അത് രണ്ടും അവർ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശിൻ്റെ ആ ഒരു പരാമർശനം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു. മറ്റ് പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാരും പറഞ്ഞു. അടൂർ പ്രകാശ് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാടല്ല പാർട്ടി നിലപാട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അദ്ദേഹം കറക്ഷൻ വരുത്തി. ഒന്ന് ചില ദുർവ്യാഖ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിന് അദ്ദേഹം വളരെ കൃത്യമായി പാർട്ടി ലൈനിലേക്ക് അദ്ദേഹം നിലപാട് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. രണ്ടാമത്തെ പരാതിയിൽ താങ്കൾ ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ അതിനകത്തൊരു വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് തന്നെ പറയുന്നുണ്ടായി. ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അയച്ചു. ഞാൻ ഫയലുകൾ കണ്ടിട്ടില്ല. കോടതി വിധി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തും. കോടതി വിധി അല്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിവാദം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ ഇന്നലത്തെ കണ്ണൂരിലെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു, കണ്ണൂരിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഹൈക്കോടതിയിൽ പോയി സംരക്ഷണം ആവശ്യപ്പെടുന്നത്. കണ്ണൂരിലാണ് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഏറെയുള്ളത്. എന്താണത്? കേരള ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും CPM നേതാക്കന്മാരുടെയും കണ്ണു തുറപ്പിക്കണം. ആശങ്കയിലാണ് ജനങ്ങൾ. സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? സ്ഥാനാർത്ഥികൾ തന്നെ ഹൈക്കോടതി പോവുകയാണ്. എത്രയോ ചെലവേറിയതാണ് ഒരു ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ. എത്രയോ സമയമെടുക്കും. സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് പോവുകയാണ്. വക്കീലന്മാരെ ഏൽപ്പിക്കുകയാണ്. അവർ വിധിയുമായിട്ട് പോലീസിനെ കാണുകയാണ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കാണുകയാണ്. നീതിക്ക് വേണ്ടിയാണ്. ജനാധിപത്യ പ്രക്രിയയിലെ പരമപ്രധാനമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകാൻ, ഒരാൾക്കൊരു വോട്ട് ചെയ്യാൻ, ഒരാൾ ഒരു വോട്ട് മാത്രം ചെയ്യാൻ, കള്ളവോട്ടുകൾ തടയാൻ, അക്രമങ്ങൾ തടയാൻ സംവിധാനങ്ങൾക്ക് സാധിക്കണം, അധികാരികൾക്ക് സാധിക്കണം, പോലീസിന് സാധിക്കണം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണം. അത് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അക്കാര്യത്തിൽ കണ്ണൂരിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ പരാതി ഹൈക്കോടതി അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുകയായിരുന്നു. ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.